പാഞ്ഞു വരുന്ന ഗുണ്ടകളുടെ നേർക്ക് യാതൊരു പേടിയുമില്ലാതെ ഒരുവൻ നടന്നു വന്നു. ബ്ലാക്ക് പാൻസും വൈറ്റ് ഷർട്ടുമായിരുന്നു അവൻ്റെ വേഷം. ഷർട്ടിലായി ചോരപ്പാട് തെളിഞ്ഞു നിന്നു. അവൻ്റെ വെളുത്ത മുഖത്തെ കട്ടത്താടിയും മീശയും അവൻ്റെ സൗന്ദര്യം എടുത്തു കാട്ടുന്നതാണ്. അവൻ്റെ നെറ്റി പൊട്ടി ചോര ഒലിച്ചു വരുന്നുണ്ടായിരുന്നു. അടുത്തേക്ക് വരുന്ന ഗുണ്ടകളെ കണ്ട് അവൻ്റെ മുഖത്ത് പുച്ച ചിരി വിരിഞ്ഞു. അവൻ അതേ ചിരിയോടെ മീശ ഒന്ന് പിരിച്ചു. കട്ടിറ്റ്! ഉറക്കെയുള്ള ശബ്ദം അവിടെ ആകെ മുഴങ്ങി. പെർഫെക്റ്റ് ഷോട്ട്! മൈക്കിലൂടെ പറഞ്ഞത് കേട്ട് മീശ പിരിച്ചവനൊന്ന് നിശ്വസിച്ചു. അർജുൻ കലക്കി. ഇനി അടുത്ത സീൻസ് നോക്കാം. അവൻ്റെ അരികിലേക്ക് വന്നുകൊണ്ട് തൊപ്പി വെച്ച ഒരാൾ പറഞ്ഞു. അവൻ അത് കേട്ട് തലയനക്കി. ആ വരുന്ന ആൾ അർജുന് നേർക്ക് വന്ന് കയ്യിലിരിക്കുന്ന കമ്പ് കൊണ്ട് അർജുൻ്റെ തലക്കടിക്കാൻ നോക്കും. അതൊരു കൈ കൊണ്ട് ബ്ലോക്കാക്കി അയാളുടെ വയറിനിട്ടടിക്കണം. അയാൾ പറഞ്ഞത് അവൻ ശ്രദ്ധിച്ചു കേട്ടു. ശ്യാം! തൊപ്പി വെച്ചയാൾ ഡയറക്ടർ ചെയറിലേക്ക് പോയതും അവൻ ഒരാളെ വിളിച്ചു. ഒരു പെണ്ണ് അവൻ്റെ അരികിലേക്ക് വന്നു. ബ്ലഡ് ഉണങ്ങി, ഒന്ന് സെറ്റാക്ക്. അർജുൻ നിർദ്ദേശം കൊടുത്തതും ശ്യാം അവൻ്റെ നെറ്റിയിൽ കുറച്ച് ചായം പൂശി ബ്ലഡ് ഒലിച്ചിറങ്ങുന്നത് പോലെയാക്കി. പിന്നെ അവൻ്റെ മുഖത്തെ മേക്കപ്പ് സെറ്റാക്കി ശ്യാം അവിടുന്ന് പോയി. അർജുൻ സെറ്റല്ലേ? ഡയറക്ടർ ചോദിച്ചതും അവൻ തംസപ്സ് കാണിച്ചു. ക്യാമറ റോളിംഗ്, ആക്ഷൻ! ഡയറക്ടർ മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞതും വീണ്ടും അർജുൻ്റെ നേർക്ക് കുറച്ചു പേർ പാഞ്ഞു വരാൻ തുടങ്ങി. അവൻ ചിരിയോടെ മീശ പിരിച്ചു. ശേഷം അവന് നേർക്ക് കമ്പ് വീശി ആളുടെ കയ്യിൽ പിടിച്ച് അയാളുടെ വയറിൻ്റെ പഞ്ച് ചെയ്യുന്ന പോലെ ആക്കി. പിന്നെ ഡയറക്ടർ പറയുന്നതിനനുസരിച്ച് ഓരോ സീൻസും അവർ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നു. അർജുൻ, ഫൈറ്റ് സീനിൻ്റെ ലാസ്റ്റ് പോർഷനാണ്. ഇയാൾ തന്നെ അടിക്കാൻ കമ്പി വീശുമ്പോൾ താനൊന്ന് കുനിഞ്ഞിട്ട് അയാളുടെ കാലിൽ വാരി നിലത്തടിക്കുന്ന സീനാണ്. ടൈമിംഗ് നോക്കണം, ഓക്കെ? കുറച്ച് നേരങ്ങൾക്ക് ശേഷം അവനോട് ഡയറക്ടർ പറഞ്ഞു. അടുത്ത സീനെടുക്കാൻ എല്ലാവരും സെറ്റായതും ഡയറക്ടർ ആക്ഷൻ പറഞ്ഞു. ഒരാളെ അടിച്ച് നിലത്തേക്ക് ഇടുന്നത് പോലെ കാണിച്ച് അവൻ തിരിഞ്ഞതും ഒരുവൻ കമ്പിപടിയുമായി അവനെ തല്ലാൻ വന്നു. ഒരു നഗ്നമായ പെണ്ണുടൽ, വെളുത്തുരുണ്ട 2 മാറുകളും അതിനിടയിലെ ചെറിയ കാക്കപ്പുള്ളിയും അവളിലെ ഓരോ ശരീരഭാഗങ്ങളും. അവൻ്റെ കൈ അവളെ തൊണ്ടു നടത്തുമ്പോൾ അവളിൽ നിന്ന് ഉയർന്ന ശിൽക്കാര ശബ്ദവും അവൻ്റെ ചുണ്ടുകൾ അവളിലെ മാറിൻ ഗുണങ്ങളിലും പെൺമയിലും ആർത്തിയോടെ നുഴഞ്ഞു വലിക്കുമ്പോൾ വിറയിലൂടെ അവൻ്റെ തലമുടിയിൽ കുരുത്തു വലിക്കുന്ന അവളുടെ നീളമാർന്ന വെളുത്ത വിരലുകൾ, ആലസ്യത്താൽ കൂമ്പിയടയുന്ന അവളുടെ കണ്ണുകൾ, ചുവന്നു തൊടുത്ത അവളുടെ ചിഞ്ചുണ്ടുകൾ. മനസ്സിലൂടെ കടന്നു പോകുന്ന ഓർമ്മകളെ നിയന്ത്രിക്കാനാകാതെ അവൻ നിന്നുപോയി. അതേ നിമിഷം അവന് നേരെ വന്നവൻ കമ്പിപിടി ആഞ്ഞു വീശി. അവൻ താഴ്ന്നു മാറുമെന്ന് എല്ലാവരും വിചാരിച്ചു. എന്നാൽ അവൻ്റെ ചിന്ത അവിടെ ഒന്നുമല്ലായിരുന്നത് കൊണ്ട് തന്നെ ആ കമ്പിപിടി അവൻ്റെ തലയിൽ ശക്തിയായി തന്നെ കൊണ്ടു. ആ! അവൻ വേദനയോടെ തലയ്ക്ക് പിടിച്ചുപോയി. ഇപ്പോൾ വരുന്ന പ്രധാന വാർത്തയിലേക്ക്. പ്രമുഖ യുവനടൻ അർജുൻ മഹേശ്വരന് ഷൂട്ടിങ്ങിനിടയിൽ അപകടം. നിലാപക്ഷികൾ എന്ന സിനിമ ചിത്രീകരണത്തിനിടയിലാണ് അർജുൻ അപകടം പറ്റിയത്. നടനെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സിനിമയിൽ വന്ന വളരെ കുറച്ച് വർഷങ്ങൾ കൊണ്ട് തന്നെ തെന്നിന്ത്യയാകെ ലക്ഷക്കണക്കിന് ആരാധകരെ സൃഷ്ടിച്ച നടനാണ് അർജുൻ. നടൻ്റെ അവസ്ഥയറിഞ്ഞ് ആരാധകരും കടുത്ത ആശങ്കയിലാണ്. തലയ്ക്ക് നല്ല പരിക്കുണ്ടെന്നാണ് വിവരം. ജൂനിയർ ആർട്ടിസ്റ്റുമായിട്ടുള്ള ഫൈറ്റ് സീനിനിടയിലാണ് അപകടം. വരും മണിക്കൂറുകളിൽ അർജുൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ഇതേ സമയം ആശുപത്രിയിൽ അജു, നീ ഓക്കെ അല്ലേ? അർജുൻ്റെ അടുത്ത സുഹൃത്തായ യദു വെപ്രാളത്തോടെ റൂം തുറന്ന് ഉള്ളിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. അർജുൻ്റെ നെറ്റിക്ക് ചുറ്റും ഒരു കെട്ടുണ്ടായിരുന്നു. ഓക്കെ ആണടാ, അർജുൻ അവനെ നോക്കി പറഞ്ഞു. ശരിക്കും എന്താടാ സംഭവിച്ചത്? യദുവിൻ്റെ ചോദ്യത്തിന് മറുപടി പറയാൻ തുടങ്ങിയ നേരമാണ് അർജുൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സിനിമയുടെ പ്രൊഡ്യൂസറും ഡയറക്ടറും മറ്റും അകത്തേക്ക് കയറി വന്നത്. അർജുൻ, താൻ ഓക്കെ അല്ലേ? പ്രൊഡ്യൂസർ അർജുനെ നോക്കി ചോദിച്ചു. കുറച്ചു നേരമായി പലരിൽ നിന്നും ഫോണിലും നേരിലുമായി ആവർത്തിച്ച് കേൾക്കുന്ന ആ ചോദ്യം അവനെ അലോസരപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഫൈൻ, അവൻ ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞു. ഞങ്ങളെല്ലാം പെട്ടെന്ന് ആകെ ടെൻഷനായിപ്പോയി. തനിക്ക് കാര്യമായി വല്ലതും പറ്റിയിരുന്നേ തൻ്റെ ഫാൻസ് ഞങ്ങളെ കൊന്നേനെ, ഡയറക്ടർ ചെറിയ തമാശ പോലെ പറഞ്ഞു. അപ്പോൾ ഈ തലയിൽ കെട്ടിവെച്ചിരിക്കുന്നത് കാര്യമായുള്ള കേസല്ലേ? ഏത് ചെറിയ ചിരിയോടെയും എന്നാൽ കുറച്ച് കടുപ്പത്തിലും ചോദിച്ചു. അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് അജു. അയാൾ എന്തോ പറഞ്ഞു വന്നപ്പോഴാണ് ഒരു പെൺകുട്ടിയുടെ ഇടർച്ചയോടെയുള്ള വിളി അവർ കേട്ടത്. എല്ലാവരുടെയും നോട്ടം വാതിൽക്കലേക്ക് പോയി. അവിടെയായി കണ്ണു നിറച്ച് ഒരു പെൺകുട്ടി നിൽപ്പുണ്ടായിരുന്നു. ഒരു ടൈറ്റ് ജീൻസും ക്രോപ്പ് ടോപ്പുമായിരുന്നു അവളുടെ വേഷം. തോളോടൊപ്പമുള്ള മുടി വെറുതെ അഴിച്ചിട്ടിരിക്കുകയായിരുന്നു. അജു! അവൾ പെട്ടെന്ന് തന്നെ പാഞ്ഞു വന്ന അർജുനെ കെട്ടിപ്പിടിച്ചു. അവൻ്റെ കൈകളും അവളെ ചേർത്ത് പിടിച്ചു. അവൾ അവനെ ഇറകെ പുണർന്നുകൊണ്ട് കരഞ്ഞു. ശില്പ, നീ ഇങ്ങനെ കരയില്ലേടി? ഒന്നുമില്ല, അവൻ അവളുടെ പുറത്ത് തടവിക്കൊണ്ട് പതിയെ പറഞ്ഞു. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അജു. നീ ഇങ്ങനെ ഹോസ്പിറ്റലിൽ ഒരുപാട് മുറിഞ്ഞോടാ? നിനക്ക് വേദനിക്കുന്നുണ്ടോ? അവൾ വെപ്രാളത്തോടെ അവൻ്റെ കയ്യിലും തലയിലും ഒക്കെ പിടിച്ചുകൊണ്ട് ചോദിച്ചു. നീ ഇങ്ങനെ അള്ളിപ്പിടിച്ചുകൊണ്ട് കൂടിയിരുന്നാൽ അവൻ ഒട്ടും വേദന കാണില്ല, ഏത് പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ അവനെ ഒന്ന് കടുപ്പിച്ചു നോക്കി. അവനത് കണ്ട് അവളെ നോക്കി പുച്ഛിച്ചു. എനിക്കൊന്നുമില്ല ശില്പ, ഈ തലയൊന്നും മുറിഞ്ഞു, വേദന ഇപ്പോൾ ഇല്ല ബേബി, നീ സങ്കടപ്പെടാതെ, അർജുൻ അവളെ നോക്കി പറഞ്ഞു. അവൻ്റെ കണ്ണിൽ പ്രണയം നിറഞ്ഞു. ഹലോ ശില്പ, ഞാൻ ഹരിഹരൻ, ഡയറക്ടറാണ്. അവിടെ നിന്നിരുന്ന ഡയറക്ടർ അവളെ നോക്കി പറഞ്ഞു. എനിക്കറിയാം സാർ, സാറിൻ്റെ ഫിലിംസൊക്കെ എൻ്റെ ഫേവറേറ്റ് ആണ്. അവൾ പെട്ടെന്ന് തന്നെ വിനയത്തോടെ പറഞ്ഞു. തൻ്റെ ഫിലിംസ് ഞാൻ കണ്ടിട്ടുണ്ട്. അയാൾ പറയുന്നത് കേട്ട് അവളുടെ മുഖം വിടർന്നു. വലിയ തരക്കേടില്ലാതെ അഭിനയിക്കും, പക്ഷേ സിനിമയൊന്നും ഒരു കഥയില്ലാത്തതാണ്.
കുറച്ചുകൂടി സെലക്റ്റീവ് ആവണം. അഭിനയത്തിലും കുറച്ചുകൂടി മെച്ചപ്പെടാൻ നല്ല ഭാവിയുണ്ട്. അയാൾ പറഞ്ഞത് കേട്ട് ഏതു ചിരിച്ചു. അവളുടെ മുഖം ഇരുണ്ടു. അജു, നിനക്ക് ശരിക്കും എന്താ പറ്റിയത്? അവൾ വീണ്ടും അർജുനിലേക്ക് ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ചോദിച്ചു. അർജുൻ പറയുന്നതിന് മുൻപ് തന്നെ ഡയറക്ടർ ഉണ്ടായ സംഭവം തുറന്നു പറഞ്ഞു. സെറ്റിലെ ആർട്ടിസ്റ്റിൻ്റെ സുരക്ഷ നോക്കാൻ അറിയാത്ത നിങ്ങളൊക്കെ എന്ത് ഡയറക്ടറാണ്? പിന്നെ ഒരു സൂപ്പർ സ്റ്റാർ അല്ലേ? അപ്പോൾ റിസ്ക് ആയിട്ടുള്ള സീൻസൊക്കെ തനിക്ക് ഡ്യൂപ്പിനെ വെച്ച് ചെയ്യിച്ചൂടെ? അജുന് കൂടുതലായി എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? താൻ ആ ജൂനിയർ ആർട്ടിസ്റ്റിനെ പറഞ്ഞു വിട്ടോ? ഇല്ലേ വേണ്ട, ഒരു കേസ് കൊടുക്കാം. അവനെപ്പോലെയുള്ളവന്മാർ ജയിലിൽ കിടക്കട്ടെ. ശില്പ വല്ലാത്ത രോക്ഷം പൂണ്ടു. ഡയറക്ടറും പ്രൊഡ്യൂസറും പരസ്പരം വന്നു നോക്കി. തന്നെ അവരുടെ ആരുടെയും കുഴപ്പമല്ല ശില്പ. അവൾ വീണ്ടും എന്ന് പറഞ്ഞു വന്നതും അജു പെട്ടെന്ന് അവളെ നോക്കി പറഞ്ഞു. പിന്നല്ലാതെ ഇവർ എക്സ്ക്യൂസ് മീ മിസ് ശില്പ, സെറ്റിൽ വെച്ചുണ്ടായത് ഒരു ആക്സിഡൻ്റാണ്. അതിൽ 99% കുറ്റവും അർജുൻ്റെ ഭാഗത്ത് തന്നെയാണെന്നേ ഞാൻ പറയൂ. പിന്നെ ഡയറക്ടർ പറഞ്ഞു വന്നതും വെപ്രാളത്തിൽ പ്രൊഡ്യൂസർ അയാളുടെ കയ്യിൽ പിടിച്ച് അയാളെ നോക്കി കണ്ണു ചിമ്മി. ഇപ്പോൾ ഇവൻ്റെ പേരിലായോ കുറ്റം? താൻ സോറി ശില്പ, തെറ്റ് ഞങ്ങളുടെ ഭാഗത്ത് തന്നെയാണ്. അർജുന് പരിക്ക് പറ്റാൻ കാരണക്കാരനായ ആർട്ടിസ്റ്റിനെ ഞങ്ങൾ പറഞ്ഞു വിട്ടോളാം. പെട്ടെന്ന് തന്നെ പ്രൊഡ്യൂസർ സൗമ്യമായി അവരോട് പറഞ്ഞു. അതിൻ്റെ ആവശ്യമില്ല. ഞാൻ എന്താവശ്യമില്ലെന്ന് അയാളെ പറഞ്ഞു വരട്ടെ. പിന്നെ നമുക്ക് അയാളുടെ പേരിൽ ഒരു കേസും കൊടുത്ത് നഷ്ടപരിഹാരവും വാങ്ങാം. അർജുൻ പറഞ്ഞു വന്നതിന് തടഞ്ഞ് ശില്പ പറഞ്ഞു. ഈ പേരും പറഞ്ഞ് നഷ്ടപരിഹാര തുക വാങ്ങിച്ചെടുക്കാനായിരിക്കും. ഏത് പയ്യനെന്ന് പിറപെറുത്തു. അത് കേട്ടെന്ന പോലെ ശില്പയും അർജുനും അവനെ ഒന്ന് നോക്കി. ഇവൻ പറഞ്ഞത് അജു, നമുക്ക് കേസൊന്നും വേണ്ട ബേബി, മിസ്റ്റേക്ക് എൻ്റെ ഭാഗത്ത് തന്നെയായിരുന്നു. സോ അതിനെ ചൊല്ലി വേറെ ആളുകളെ പഴിച്ചറിഞ്ഞത് ശരിയല്ല. ശില്പ യദുവിനെ നോക്കി അജുവിനോട് എന്തോ പറഞ്ഞു വന്നതും അർജുൻ അവളെ അടുത്തേക്ക് വലിച്ചിരുത്തി സൗമ്യമായി പറഞ്ഞു. നിങ്ങൾ പോക്കോ, ഞാൻ ഓക്കെയാണ്. ഈ തലയിലെ കെട്ടഴിഞ്ഞാൽ ഷൂട്ട് വീണ്ടും തുടങ്ങാം. അർജുൻ പ്രൊഡ്യൂസറെയും ഡയറക്ടറെയും നോക്കി പറഞ്ഞു. അവർ അതിനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. എൻ്റെ ഹരി, താൻ എന്ത് പണിയാണ് കാണിച്ചേ? അർജുൻ്റെ ഭാഗത്ത് തെറ്റ് എന്നത് താൻ എന്തിനാണ് പറയാൻ പോയത്? പ്രൊഡ്യൂസർ ഡയറക്ടറെ നോക്കി ചോദിച്ചു. പിന്നല്ലാതെ നമ്മൾ തലതള്ളി പൊട്ടിച്ചതാണെന്ന് പറയണമായിരുന്നോ? ഡയറക്ടർ നീരസത്തോടെ ചോദിച്ചു. എൻ്റെ ഹരി, നമ്മുടെയൊക്കെ സിനിമാ ജീവിതം മുന്നോട്ട് പോകുന്നത് തന്നെ ഇതുപോലുള്ള മുന്തിയ സിനിമാ നടന്മാരോട് അല്പം വിട്ടുവീഴ്ച ചെയ്തിട്ടാണ്. അവരുടെ ഭാഗത്താണ് തെറ്റെങ്കിലും നമ്മളുടെ അത് തുറന്നു പറഞ്ഞാൽ അവർക്കത് ഇഷ്ടമാകണമെന്നില്ല. എന്ന് വെച്ച് എല്ലാം നമ്മൾ കയറി ഏൽക്കണമെന്നാണോ? പ്രൊഡ്യൂസർ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ ഡയറക്ടർ ചോദിച്ചു. ഏൽക്കേണ്ടി വരും. അവർ പറഞ്ഞതുപോലെ കേൾക്കേണ്ടിയും വരും. എന്നെ അതിന് കിട്ടില്ല. ഡയറക്ടർ എടുത്തുവെച്ചതുപോലെ പറഞ്ഞു. ഈ ഫിലിമിന് പൈസ ഇറക്കുന്നത് ഞാനാണ്. വെറുതെ പറഞ്ഞിങ്ങനെ വാശി പിടിച്ചാൽ മതി. എൻ്റെയും തൻ്റെയും പേരിലല്ല നമ്മൾ ചെയ്യുന്ന ഫിലിം മാർക്കറ്റ് ചെയ്യപ്പെടുക. പകരം പ്രധാന നടനായ അർജുൻ്റെ പേര് തന്നെയാണ്. അർജുൻ ഈ ഫിലിം വേണ്ടാന്ന് വെച്ച് പോയാൽ ഞാനാകും പെട്ടുപോവുക. പ്രൊഡ്യൂസർ പറഞ്ഞത് കേട്ട് ഡയറക്ടർ ഒന്നും പറയാതെ നിന്നു. അല്ല, ശരിക്കും ഈ ശില്പയും അർജുനും തമ്മിൽ റിലേഷനിലായിരുന്നു? ഡയറക്ടർ സംശയത്തോട് ചോദിച്ചു. അങ്ങനെ ഒരു ടോക്ക് കുറച്ച് നാളായി പറഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു. അവർ തമ്മിൽ വർഷങ്ങളായി ഇഷ്ടത്തിലാണെന്നും ഉടനെ വിവാഹം കാണുമെന്നുമൊക്കെ. ഇന്നത്തോടെ ആ ഗോസിപ്പൊക്കെ ശരിയായിരുന്നു എന്ന് മനസ്സിലായി. അതൊക്കെ വിട്, താൻ വാ. കുറച്ച് ദിവസം ഷൂട്ട് ഡേയ്സ് ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതും പറഞ്ഞ് അവർ അവിടുന്ന് പോയി. ഇതേസമയം ഹോസ്പിറ്റൽ റൂമിൽ അർജുൻ്റെ നെഞ്ചോട് ചേർന്നിരിക്കുകയായിരുന്നു ശില്പ. യദു അത് കാണാൻ താല്പര്യമില്ലാത്തതുപോലെ ഫോണിൽ നോക്കിയിരുന്നു. ഞാൻ എന്തുമാത്രം പേടിച്ചു പോയെന്ന് അറിയുമോ അജു? നിനക്ക് ആക്സിഡൻറ്റ് ആയെന്നറിഞ്ഞപ്പോൾ ഒരു നിമിഷം നെഞ്ചെടുപ്പ് നിന്നതുപോലെ തോന്നി. ശില്പ അവനെ നോക്കി കണ്ണു നിറച്ച് പറഞ്ഞു. അർജുൻ കുറച്ചു നേരം അവളെ തന്നെ നോക്കിയിരുന്നു പോയി. എന്താ അജു ഇങ്ങനെ നോക്കുന്നത്? ശില്പ അവൻ്റെ നോട്ടം കണ്ട് ചോദിച്ചു. ഐ ലവ് യു സോ മച്ച്. അജു അവളെ നോക്കി പ്രണയാർത്ഥമായി പറഞ്ഞു. അവളുടെ മുഖം ചുവന്നു. ചെറിയ നാണത്തോടെ അവനെ നെഞ്ചിലേക്ക് അവൾ മുഖം അമർത്തി. എന്നാൽ അതേ നിമിഷം തന്നെ ഏത് വല്ലാത്ത രീതിയിൽ ഒന്ന് ചുമച്ചു. അത് കേട്ട് അവർ രണ്ടും അവനെ നോക്കി. വല്ലാത്ത ചുമ. കാലാവസ്ഥയുടെ ആണെന്ന് തോന്നുന്നു. ഏതോ അവരുടെ നോട്ടം കണ്ട് നെഞ്ചൊക്കെ തടവി കൊണ്ടു പറഞ്ഞു. വല്ല ഷേവോ മറ്റുമാകും. ശില്പ അവനെ നോക്കി പറഞ്ഞു. അത് നിൻ്റെ തന്തയ്ക്കാകും. ഏതോ അപ്പോൾ തന്നെ പറഞ്ഞു. എൻ്റെ തന്തയ്ക്ക് പറയാറായോ? ശില്പ ദേഷ്യത്തിൽ ചാടി എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു. പിന്നെ നിൻ്റെ തന്തയ്ക്ക് യദു? അർജുൻ്റെ കനപ്പിച്ചുള്ള വിളിയിൽ യദു പറയാൻ വന്നത് നിർത്തി. അജു, ഞാൻ പോകുവാണ്. ഇവനെപ്പോലുള്ളവന്മാർ ഉള്ളിടത്ത് നിൽക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല. പിന്നെ നിനക്കറിയാലോ, എനിക്ക് ഈ ഹോസ്പിറ്റലിൻ്റെ മണമൊന്നും അത്ര പിടിക്കത്തില്ല. ഇപ്പോൾ തന്നെ നിനക്ക് ആക്സിഡൻറ്റ് പറ്റിയെന്നറിഞ്ഞ് ഓടിപ്പിടിച്ച് വന്നതാണ് ഞാൻ. കൂടാതെ എൻ്റെ നടന്നുകൊണ്ടിരുന്ന ഷൂട്ട് പകുതിക്ക് നിർത്തിയിട്ടാണ് ഞാൻ വന്നത്. ശില്പ അവനെ നോക്കി പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ ബേബി. അർജുൻ ചിരിയോടെ പറഞ്ഞു. പക്ഷേ എനിക്ക് നിന്നെ വിട്ടു പോകാനും തോന്നുന്നില്ല ജു. ശില്പ അവനെ നോക്കി സങ്കടത്തോടെ പറഞ്ഞു. എന്താ ബേബി, ഡോണ്ട് ബി സില്ലി. ഞാൻ ഓക്കെയാണ്. ഷൂട്ട് മുടക്കേണ്ട, നീ പോകാൻ നോക്ക്. അവൻ അവളുടെ കവിളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. അവളൊന്നും നിശ്വസിച്ചുകൊണ്ട് പതിയെ അവൻ്റെ കവിളിൽ ചുണ്ടുകൾ ചേർത്തു. അവൻ ചിരിയോടെ അവളുടെ കണ്ണിലേക്ക് നോക്കി. ശേഷം അവൻ്റെ നോട്ടം പോയത് അവളുടെ ചുണ്ടിലേക്കാണ്. അവരുടെ ഇരിപ്പും നോട്ടവും കണ്ടതും ഏതു പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നിന്നു. അർജുൻ പതിയെ അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടി ചേർക്കാൻ ഒരുങ്ങിയതും മറ്റൊരു മുഖം അവൻ്റെ ഓർമ്മകളിലേക്ക് ഇരച്ചെത്തി. അവൻ വേഗം കണ്ണുകൾ ഇറുകെ അടച്ചു കളഞ്ഞു. ശേഷം കണ്ണുകൾ പതിയെ തുറന്ന് നോക്കിയപ്പോൾ കണ്ടത് തൻ്റെ ചുംബനത്തിനായി കണ്ണുകളടച്ച് കാത്തിരിക്കുന്നവളെയാണ്.
അവൻ അവളുടെ ചുണ്ടിലേക്ക് നിന്ന് നോക്കി. കടുത്ത വയലറ്റ് കളർ ലിപ്സ്റ്റിക് ചുണ്ടിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. എങ്കിലും ചുണ്ടിലെ വരൾച്ച എടുത്തറിയാം. മറ്റൊരു ചുണ്ടിൻ്റെ ചിത്രം അവൻ്റെ മനസ്സിലേക്ക് എത്തി. ചായം പൂശാത്ത പഴുത്ത തക്കാളിപ്പഴം പോലെ ചുമന്ന് തുടുത്ത മിനുസമാർന്നൊരു ചുണ്ട്. ഛേ! അവൻ ഈർഷ്യയോടെ തല വെട്ടിച്ചു കളഞ്ഞു. ശില്പ കണ്ണു തുറന്ന് അവനെ നോക്കി. നീ നീ പോകാൻ നോക്ക് ശില്പ. അവൻ പറഞ്ഞത് കേട്ട് അവളുടെ നെറ്റി ചുളിഞ്ഞു. അജു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവൾ സംശയത്തോടെ ചോദിച്ചു. ഏയ് ഒന്നുമില്ല, എനിക്ക് നല്ല തലവേദന. ഞാനൊന്ന് കിടക്കട്ടെ, നീ പോക്കോ. അവൻ അവളെ നോക്കാതെ പതിയെ പറഞ്ഞു. തലവേദനയോ? ഒട്ടും വയ്യ അജു, ഞാൻ ഡോക്ടറെ വിളിക്കട്ടെ? അവൾ ഭയഭ്രാന്തിയോടെ അവൻ്റെ മുഖത്തും തലയിലും കൈവച്ചുകൊണ്ട് ചോദിച്ചു. അവളുടെ മുഖത്തെ ടെൻഷനും പേടിയും കണ്ട് അവൻ്റെ മനസ്സൊന്ന് നിറഞ്ഞു. ഒന്നുമില്ലടാ, ഒന്ന് കിടന്നാൽ മാറിക്കോളും. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അവളുടെ കയ്യിൽ പിടിച്ച് ആദരമായി അവൻ പറഞ്ഞു. നിന്റെ കാര്യത്തിൽ ഞാൻ എങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കും അജു? നിനക്കൊരു മുള്ളു കൊണ്ടെന്ന് കേൾക്കുന്നത് പോലും എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല, അവൾ കണ്ണു നിറച്ച് പറഞ്ഞു. അവളുടെ വാക്ക് കേൾക്കെ അവനിൽ അവളോടുള്ള സ്നേഹം നിറഞ്ഞു. അവൻ മുന്നോട്ടാഞ്ഞ് അവളുടെ നെറ്റിയിൽ അമർത്തി ഉമ്മ വച്ചു. ആ നിമിഷം അവളോടുള്ള പ്രണയമല്ലാതെ മറ്റൊരു മുഖമോ മറ്റൊരു വികാരമോ അവനിൽ വന്നില്ല. ഐ ലവ് യു, അവൻ പതിയെ പറഞ്ഞു. ഐ ലവ് യു ടു, അവൾ ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൻ്റെ ചുണ്ടിൽ പെട്ടെന്നൊന്ന് മുത്തി. അവനൊന്ന് ചിരിച്ചു. എങ്കിൽ നീ കിടന്നു, ഷൂട്ട് കഴിഞ്ഞ് ഞാൻ വരാൻ നോക്കാം. അതൊന്നും വേണ്ട ബേബി, ഇവിടെ ഇപ്പോൾ ഉണ്ടല്ലോ, കൂടാതെ എൻ്റെ മാനേജേഴ്സ് ഉണ്ടല്ലോ. വല്ലവരും നിൽക്കുന്നത് പോലെയാണോ ഞാൻ നിൽക്കുന്നത്? അവൾ അവനെ നോക്കി ശബ്ദമുയർത്തി. യദു പല്ല് കടിച്ചു. അങ്ങനെയല്ല ബേബി, നിനക്ക് ഈ ഹോസ്പിറ്റൽ സ്മെല്ലൊന്നും ഇഷ്ടമില്ലാത്തതല്ലേ? അതുകൊണ്ട് നിനക്ക് വേണ്ടി ഞാൻ എന്നും സഹിക്കാൻ തയ്യാറാണ് ജു. അവനെ പറഞ്ഞ് മുഴുവിപ്പിക്കാതെ അവൾ വേഗം പറഞ്ഞു. അതെനിക്കറിയാം, പക്ഷേ അത് വേണ്ട. നിന്നെ ഒന്നും സഹിക്കാൻ ഞാൻ അനുവദിക്കില്ല. നീ എപ്പോഴും സന്തോഷത്തോടെയും ഹെൽത്തിയോടെയും ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് എൻ്റെ ബേബി ഇപ്പോൾ പോകാൻ നോക്ക്. അവളൊന്ന് നിശ്വസിച്ചുകൊണ്ട് എഴുന്നേറ്റു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിച്ചോളാം. അവൾ പറഞ്ഞതിന് അവനൊന്ന് പുഞ്ചിരിയോടെ തലയനക്കി. അവൾ യദുവിൻ്റെ നേരെ തിരിഞ്ഞു. എൻ്റെ അജുവിനെ നോക്കണം, അവൾ അപേക്ഷാസ്വരത്തിൽ പറഞ്ഞു. നീ പറഞ്ഞിട്ട് വേണ്ട എനിക്ക് അവനെ നോക്കാൻ, യദു പുച്ഛത്തിൽ തന്നെ പറഞ്ഞു. അവൾ അവനെ ഒന്ന് നോക്കി വീണ്ടും അർജുനെ നോക്കി. ഞാൻ പോകുവാണ് അജു, അവൾ പറഞ്ഞുകൊണ്ട് പതിയെ കുനിഞ്ഞ് അവൻ്റെ ചുണ്ടിന് സൈഡിലൊന്ന് മുത്തി. ശേഷം അവിടുന്ന് പുറത്തേക്ക് പോയി. പാവം, അർജുൻ പതിയെ അവൾ പോയ വഴിയെ നോക്കി പറഞ്ഞു. പിന്നെ പഞ്ച പാവം, ഏതോ അവൻ പറഞ്ഞതിനെ കളിയാക്കും പോലെ പറഞ്ഞു. നിനക്ക് എന്താ അജു അവളോട് ഇത്ര ഇഷ്ടക്കേട്? എന്തിനാ അവളെ ഓരോന്ന് പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്യുന്നത്? അർജുൻ അല്പം ദേഷ്യത്തിൽ തന്നെ യദുവിനെ നോക്കി ചോദിച്ചു. എനിക്ക് അവളെ അത്ര ഇഷ്ടമല്ല, ഇത് താല്പര്യമില്ലാതെ പറഞ്ഞു. അതെന്താ എന്നാണ് ചോദിച്ചത്? അവൾ പാവമാടാ, എന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, എനിക്കൊരു അപകടം പറ്റിയെന്നറിഞ്ഞ് ഷൂട്ടൊക്കെ പാതി വഴിയിൽ ഉപേക്ഷിച്ചാണ് വന്നത്. പിന്നെ ഷൂട്ട് ഇവിടെയൊക്കെ വെച്ച് ആര് ഷൂട്ട് നടത്താനാ? ആകെ അവളുടെ സിനിമ ഇറങ്ങിയത് 5-6 സിനിമയാണ്. അതിൽ നിൻ്റെ കൂടെ അഭിനയിച്ച ആദ്യ സിനിമ മാത്രം കൊള്ളാം, ബാക്കിയൊക്കെ എന്തിനു കൊള്ളാം? സത്യത്തിൽ സിനിമയിൽ അവൾക്ക് അഭിനയിക്കാനേ അറിയില്ല, യദു പുച്ഛത്തോടെ പറഞ്ഞു. യദു, അവളെക്കുറിച്ചുള്ള കുറ്റം പറച്ചിൽ ഇവിടെ നിർത്തിക്കോണം. അവളെ മോശമായി ഒന്നും പറഞ്ഞത് എനിക്കിഷ്ടമല്ല, അർജുൻ കൽപ്പിച്ച് തന്നെ പറഞ്ഞു. ഓ ശരി, യദു താല്പര്യമില്ലാതെ പറഞ്ഞു. അർജുൻ ഒന്ന് നിശ്വസിച്ചു. യദു, അവളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഷീ ഈസ് മൈ ലവ് ആൻഡ് ലൈഫ്. അധികം വൈകാതെ അവളെ എൻ്റെ ജീവിതത്തിലേക്ക് കൈ പിടിച്ച് കയറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ളപ്പോൾ അവളും നീയുമായി ഇങ്ങനെ എപ്പോഴും വഴക്കുണ്ടാക്കുന്നതും പരസ്പരം ചെളിവാരി അറിയാൻ ശ്രമിക്കുന്നതും എനിക്കിഷ്ടമുള്ള കാര്യമല്ല. സോ നീ അതൊന്ന് മനസ്സിലാക്കി അവളോട് അഡ്ജസ്റ്റായി നല്ല രീതിക്ക് പെരുമാറണം. അർജുൻ പറഞ്ഞത് കേട്ട് യദു അവനിലേക്ക് വന്നു. ഇത് നീ എന്നോട് മാത്രമല്ല, നിൻ്റെ ഭാവി ഭാര്യയാകാൻ പോകുന്ന ആ പിശാചിനോട് കൂടി പറയണം, യദു പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. അതേ നിമിഷമാണ് റൂമിൻ്റെ വാതിൽ തുറന്ന് അകത്തേക്ക് ഒരാൾ കയറി വന്നത്. ഹലോ ഗായ്സ്. വന്നവൻ ചിരിയോടെ അർജുനെയും യദുവിനെയും നോക്കി പറഞ്ഞുകൊണ്ട് റൂമിൻ്റെ വാതിലടച്ച് തിരിഞ്ഞപ്പോഴേക്കും അവൻ്റെ കഴുത്തിലൊരു പിടി വീണിരുന്നു. അമ്മേ, എന്താടാ? കഴുത്തിൽ കുത്തിപ്പിടിച്ച് ഭിത്തിയോട് ചേർത്ത് നിൽക്കുന്ന അർജുനെ കണ്ട് അവൻ കണ്ണു മിഴിച്ച് ചോദിച്ചു. അജു, എന്താടാ ഇത്? യദുവും അപ്പോഴേക്കും മൂടി വന്ന് അർജുനെ പിടിച്ചു മാറ്റാൻ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇവൻ ഒറ്റ കാരണമാണ് ഞാൻ. അർജുൻ പല്ലെറിഞ്ഞ് പൊട്ടിച്ചുകൊണ്ട് മറ്റേയാളുടെ കഴുത്തിലുള്ള പിടി മുറുക്കി. പിടിവിടടാ യദു, ഇവനെന്നെ ഇപ്പോൾ കൊല്ലുമിടാ. നോക്കി നിൽക്കാതെ ഈ തെണ്ടിയെ പിടിച്ചു മാറ്റടാ. അവൻ കിടന്നു കുതറി. യദു വേഗം തന്നെ അർജുനെ പിടിച്ചു മാറ്റി. ഇവന് തലയ്ക്കടികൊണ്ട് ഭ്രാന്തായോടാ? വന്നവൻ കഴുത്തം തിരുമ്മി അർജുനെ ഒന്ന് നോക്കി യദുവിനോടായി ചോദിച്ചു. ഭ്രാന്ത് നിന്നെ തന്തയ്ക്കാടാ മോനെ. അർജുൻ ദേഷ്യത്തിൽ അവനെ നോക്കി വിളിച്ചുകൊണ്ട് യദുവിൻ്റെ കയ്യിൽ നിന്നും കുതിറി മാറി. എടാ അജു, എന്താടാ കാര്യം? റിയാസേ, എന്താ പ്രശ്നം? യദു ഒന്നും മനസ്സിലാക്കാതെ ചോദിച്ചു. എനിക്കെങ്ങനെ അറിയാനാണ്, ഇത് നല്ല കൂത്ത്, റിയാസ് എന്ന അർജുൻ്റെയും യദുവിൻ്റെയും സുഹൃത്ത് പറഞ്ഞു. നിനക്കറിയില്ലല്ലേ? അർജുൻ പല്ലെറിമിക്കൊണ്ട് വീണ്ടും റിയാസിന് നേരെ ചെന്നെങ്കിലും അവൻ വേഗം യദുവിന് പിടിച്ച് അർജുന് മുന്നിലേക്ക് നിർത്തി. എടാ അജു, കാര്യം പറയും, എന്നിട്ട് നീ ഇവനെ തല്ലിക്കോ? യദു പറഞ്ഞത് കേട്ട് റിയാസ് പല്ല് കടിച്ചു. നീ എന്തൊരു ഫ്രണ്ടാടാ പുല്ലേ? റിയാസ് ചോദിച്ചുകൊണ്ട് യദുവിൻ്റെ പുറത്തൊന്നടിച്ചു. ഞാൻ മാറിപ്പോകട്ടെ? യദു തല ചിരിച്ച് റിയാസിനെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് ചോദിച്ചു. വേണ്ടടാ പ്ലീസ്. റിയാസ് യദുവിനെ മുറുകെ പിടിച്ചു. എടാ അജു, കാര്യം പറയും, ഇവൻ എന്താ ചെയ്തത്?
കാര്യം അറിഞ്ഞിട്ട് ഇവനെ പഞ്ഞിക്കൂടാ ഞാനും കൂടാ. ഇവൻ ഒറ്റൊരുത്തം കാരണമാണ് ഞാൻ ഇന്ന് ഈ ഹോസ്പിറ്റലിലായത്. അർജുൻ ദേഷ്യത്തോടെ യദുവിന് പുറകിൽ നിൽക്കുന്ന റിയാസിനെ നോക്കി പറഞ്ഞു. ഇവന് തലക്കടി കെട്ടി ഓർമ്മ പോയോടാ? റിയാസ് യദുവിനെ തോണ്ടിക്കൊണ്ട് ചോദിച്ചു. അജു, ഇവൻ എങ്ങനെയാണ് കാരണക്കാരനാക്കുന്നത്? യദു ഒന്നും മനസ്സിലാകാതെ ചോദിച്ചു. അത് തന്നെ, എടാ പൊട്ടാ, ഇത് ഞാനാ, റിയാസ് അഹമ്മദ്, നിൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത്, നിൻ്റെ കണ്ണിലുണ്ണിയായിരുന്നു ഞാൻ കഴിഞ്ഞ് നിനക്ക് മറ്റാരും ഉണ്ടായിരുന്നുള്ളൂ. റിയാസ് കണ്ണൊക്കെ തുറക്കുന്നത് പോലെ കാണിച്ചുകൊണ്ട് പറഞ്ഞു. കണ്ണിലുണ്ണി ഡാഷാണ്, ഇങ്ങോട്ട് മാറടാ. അജുൻ തെറി പറഞ്ഞുകൊണ്ട് യദുവിനെ പിടിച്ചു മാറ്റി റിയാസിൻ്റെ കൊളർ കൊത്തിപ്പിടിച്ചു. മാറി നിൽക്കടാ, നീ ശരിക്കുള്ള കാര്യം പറയാ അജു. റിയാസിനും അജുവിനും ഇടയിൽ കയറി നിന്നുകൊണ്ട് യദു പറഞ്ഞു. ഇവൻ കാരണം എനിക്കിപ്പോൾ മനസ്സമാധാനത്തോടെ ഒന്ന് ഇരിക്കാനോ നിൽക്കാനോ ഷൂട്ടിംഗ് അറ്റൻഡ് ചെയ്യാനോ കഴിയാത്ത അവസ്ഥയാണ്. അജുൻ നെറ്റി തടവിക്കൊണ്ട് അസ്വസ്ഥതയോടെ പറഞ്ഞു. ഞാനെന്ത് ചെയ്തെന്നാ നീ പറയുന്നത്? റിയാസ് അവൻ്റെ അവസ്ഥ കണ്ട് ഒന്നും മനസ്സിലാകാതെ ചോദിച്ചു. അർജുൻ വീണ്ടും അവനെ നോക്കി പല്ലെറിമി. ഇവൻ എന്താ ചെയ്തതെന്ന് പറയടാ. യദു വീണ്ടും അർജുനെ കൂളാക്കാൻ നോക്കിക്കൊണ്ട് പറഞ്ഞു. അർജുൻ യദുവിനെ നോക്കി അവിടുന്ന് നടന്ന് ബെഡിലേക്ക് ചെന്നിരുന്നു. ഞാൻ എൻ്റെ ശില്പിയെ ചതിച്ചു. അർജുൻ പറഞ്ഞത് കേട്ട് യദു ഞെട്ടലോടെ അവനെ നോക്കി. ചതിച്ചെന്നോ? എങ്ങനെ? യദു മനസ്സിലാകാതെ ഒന്നുകൂടെ ചോദിച്ചു. അർജുൻ യദുവിനെ നോക്കി. നിനക്ക് എൻ്റെ കഴിഞ്ഞ പിറന്നാൾ ദിനം ഓർമ്മയുണ്ടോ? അർജുൻ ചോദിക്കുന്നത് കേട്ട് യദു നെറ്റി ചുളിച്ചു. 2 മാസം മുമ്പ്, അതായത് സെപ്റ്റംബർ 7. അന്നത് സെലിബ്രേറ്റ് ചെയ്തത് നിനക്ക് ഓർമ്മയുണ്ടോ? അർജുൻ ചോദിക്കുന്നത് കേട്ട് യദു ആലോചനയിലാണെങ്കിൽ റിയാസ് എന്തോ ഓർമ്മ കിട്ടിയതുപോലെ കണ്ണുകൾ ഇറുകെ അടച്ചു. അന്ന് നമ്മൾ ആലപ്പുഴയിൽ ഒരു റിസോർട്ടിലല്ലേ പരിപാടി വെച്ചത്? നമ്മളടുത്ത ഫ്രണ്ട്സ് മാത്രമുള്ള സെലിബ്രേഷൻ. യദു ഓർത്തെടുത്തുകൊണ്ട് പറഞ്ഞു. ആ പാർട്ടി ഓർഗനൈസ് ചെയ്തത് ആരായിരുന്നു? അർജുൻ വീണ്ടും ചോദിച്ചു. അത് ദേ ഈ പൊട്ടൻ. യദു റിയാസിനെ ചൂണ്ടി പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഈ പൊട്ടൻ അത് അത്രയ്ക്ക് ഗംഭീരമാക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഇത് ചിരിയോടെ പറഞ്ഞുകൊണ്ട് റിയാസിനെ നോക്കിയതും അവൻ വേണോ വേണ്ടയോ എന്ന് അറിയാതെ ഒന്ന് ചിരിച്ചു കാണിച്ചു. അതെ, ഇവൻ ഗംഭീരമാക്കി. അടുത്ത സുഹൃത്തുക്കളും പാട്ടും കൂത്തും മദ്യവും ഭക്ഷണവും അല്ലാതെ മയക്കുമരുന്നും പെണ്ണും വരെ ഇവൻ ഒപ്പിച്ചു. അർജുൻ വർദ്ധിച്ച ദേഷ്യത്തോടെ പറഞ്ഞു. പെണ്ണോ? യദു അമ്പരപ്പോടെ ചോദിച്ചു. അതെ, പെണ്ണ്, അർജുൻ പറഞ്ഞുകൊണ്ട് 2 കൈയും തലയ്ക്ക് കൊടുത്ത് കുനിഞ്ഞിരുന്നു. അവൻ്റെ ഓർമ്മ 2 മാസം മുൻപുള്ള അവൻ്റെ ജന്മദിവസത്തേക്ക് പോയി. ബേബി, ഇല്ല, ഫുഡൊക്കെ കഴിക്കാൻ ആകുന്നതേ ഉള്ളൂ. അർജുൻ ഫോണിലൂടെ ശില്പിയോട് പറഞ്ഞു. അധികം ഡ്രിങ്ക്സ് ഒന്നും കഴിക്കേണ്ട അജു. ഇല്ല ബേബി. അല്ല, നീ ഫുഡ് കഴിച്ചോ? ഞാൻ കഴിച്ചില്ല, എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല. ഇന്ന് നിൻ്റെ ബർത്ത്ഡേ. നീ എൻ്റെ ഒപ്പമായിരുന്നില്ലേ ഉണ്ടാകേണ്ടിയിരുന്നത്? എന്നിട്ട് ഇതിപ്പോൾ നീയും ഞാനും വെവ്വേറെ സ്ഥലത്ത്. ശില്പയുടെ സ്വരത്തിൽ നിരാശ കലർന്നു. ഐ നോ ബേബ്, പക്ഷേ എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു. കഴിഞ്ഞ ബർത്ത്ഡേ ഞാൻ നിൻ്റെ ഒപ്പമല്ലായിരുന്നു ആഘോഷിച്ചത്. എൻ്റെ ഫ്രണ്ട്സിനെ ഒന്നും അടുപ്പിച്ചതേയില്ല. അതിൻ്റെ വാശിക്കാണ് അവന്മാർ ഇപ്രാവശ്യം ഇങ്ങനെയൊന്ന് സെറ്റ് ചെയ്തത്. അർജുൻ നെറ്റി തടവിക്കൊണ്ട് പറഞ്ഞു. എനിക്കറിയാം, ഇതെല്ലാം യദുവിൻ്റെ പ്ലാനാകും. അവൻ എങ്ങനെ എനിക്ക് പണി തരാമെന്ന് ആലോചിച്ച് നടക്കുവാണ്. അവളുടെ പറച്ചിൽ കേട്ട് അവനൊന്ന് ചിരിച്ചു. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഈ ടോം ആൻഡ് ജെറി ഫൈറ്റ് കാണാൻ നല്ല രസമാണ്. അവൻ അതേ ചിരിയോടെ തന്നെ പറഞ്ഞു. ചിരിച്ചോ. അവസാനം അവൻ തന്നെ എന്തെങ്കിലും ഒപ്പിച്ച് നമ്മളെ പിരിക്കുമോ എന്നാണ് എൻ്റെ സംശയം. അവൾ പറഞ്ഞത് കേട്ട് അവനൊന്ന് നിശ്വസിച്ചു. ബേബി, നീ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ആലോചിക്കുന്നത്? യദു അങ്ങനെ ഒന്നും ചെയ്യില്ല. അവൻ എൻ്റെ സന്തോഷമാണ് വലുത്. ഇന്നത്തെ ഈ പരിപാടി ഓർഗനൈസ് ചെയ്തത് യദുവല്ല, റിയാസാണ്. പിന്നെ ആരെങ്കിലുമൊക്കെ ശ്രമിച്ചാൽ ഞാനും നീയും തമ്മിൽ പിരിമെന്നാണോ? നമ്മളെ പിരിക്കാൻ ആർക്കും കഴിയില്ല. ഒന്നിനു വേണ്ടി നിന്നെ ഞാൻ വിട്ട് കളയില്ല ശില്പ. അവൻ്റെ സ്വരത്തിൽ വല്ലാത്ത ദൃഢതയുണ്ടായിരുന്നു. എടാ അജു, ഫോണിൽ ചൊല്ലിക്കൊണ്ട് നിൽക്കാതെ ഇവിടെ പാടാ. അജുനെ അല്പം ദൂരെ നിന്ന് അവൻ്റെ സുഹൃത്തുക്കളിൽ ഒരാളായ മഹേഷ് വിളിച്ചു. അതാ വരുന്നു ബേബി, അവന്മാർ വിളിക്കുന്നുണ്ട്, ഞാൻ വെക്കുവാണ്. അജുൻ മഹേഷിനെ നോക്കി വിളിച്ചു പറയുന്നതിനോടൊപ്പം ഫോണിലൂടെ ശില്പിയോടും പറഞ്ഞു. ഇപ്പോൾ തന്നെ പോകണം അജു, നമുക്ക് കുറച്ചുകൂടി സംസാരിച്ചൂടെ? ശില്പ ഫോണിലൂടെ കൊഞ്ചി. അത് കേട്ട് അവനൊന്ന് പുഞ്ചിരിച്ചു. ഇപ്പോൾ തന്നെ അവന്മാരെ അവിടെ ഇരുത്തി ഞാൻ നിന്നെ വിളിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായില്ലേ? ഇനിയും ഞാനങ്ങ് ചെന്നില്ലെങ്കിൽ അവന്മാരെല്ലാം കൂടി വന്ന് എന്നെ പിടിച്ച് ഈ കായലിലിടും. അതുകൊണ്ട് എൻ്റെ മോളെ നീ വെച്ചേക്ക്, ഞാൻ പിന്നെ വിളിക്കാം. എന്താ, അതുപോരെ? അവൻ ആദരമായി ചോദിച്ചു. മതി. ഫുഡൊക്കെ കഴിച്ചേക്കണേ അജു. ലവ് യു ടു. അവൻ തിരികെ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ച ശേഷം അവിടെ നിന്ന് നടന്ന് അവൻ്റെ ഫ്രണ്ട്സൊക്കെ ഇരിക്കുന്ന ഭാഗത്തേക്ക് പോയി. ദേ വന്നല്ലോ നമ്മുടെ കഥാനായകൻ. എവിടെയായിരുന്നടാ തെണ്ടി ഇത്ര നേരം? അവൻ്റെ സുഹൃത്തുക്കളിൽ ഒരാളായ എബിൻ അവൻ അവിടേക്ക് ചെന്നതും ചോദിച്ചു. ഇതിത്ര ചോദിക്കാൻ എന്തിരിക്കുന്നു? അവൻ ആ പിശാചനോട് ചൊല്ലുമായിരുന്നു. മഹേഷ് പറഞ്ഞത് കേട്ട് അർജുൻ അവനെ ഒന്ന് കനപ്പിച്ചു നോക്കി. അവളെ പിശാചെന്ന് വിളിച്ചത് അവന് ഇഷ്ടമായില്ല. കണ്ടില്ലേ അവൻ ഉരുട്ടി നോക്കുന്നത്? യദു അർജുനെ ആക്കി പറഞ്ഞു. പെട്ടെന്ന് റിയാസ് അർജുൻ അരികിലേക്ക് വന്ന് അവൻ്റെ കയ്യിലിരുന്ന ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങി. ഫോണിങ് തന്നെ, അർജുൻ ദേഷ്യത്തോടെ പറഞ്ഞു. നാളെ ഇവിടുന്ന് പോകുന്നത് വരെ നിനക്കിനി ഫോണില്ല. ഏത് സമയം അവൻ്റെ ഒരു സൊള്ളൻ. റിയാസ് പറഞ്ഞുകൊണ്ട് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി. നിന്നെ ഞങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്നത് നമുക്കെല്ലാവർക്കും കൂടി ഒന്ന് അടിച്ചു പൊളിക്കാൻ വേണ്ടിയാണ്.
എന്നിട്ട് നീ ഇങ്ങനെ മാറിപ്പോയി നിന്ന് ഫോൺ വിളിക്കുന്നത് തെണ്ടിത്തരമല്ലേ? മറ്റൊരു സുഹൃത്തായ അലക്സ് അവനോട് ചോദിച്ചു. അത് കേട്ട് അർജുൻ പല്ല് കടിച്ചു. നിൻ്റെയൊക്കെ വർത്തമാനം കേട്ടാൽ ഞാൻ ഏത് സമയം അവളെ വിളിച്ച് സംസാരിക്കുന്നത് പോലെയാണല്ലോ. ലിസൺ ഗായ്സ്, ഞാനൊരു പെങ്കോന്തനൊന്നുമല്ല. പിന്നെ ഇന്നലെ ഇവിടെ വന്നതിൽ പിന്നെ അവളുടെ കോൾസ് ഒന്നും ഞാൻ എടുത്തില്ല. ആ പരാതി മാറ്റാൻ നീയൊക്കെ ഒന്ന് കത്തിവെക്കുന്ന ടൈമിൽ അവളോട് 10 മിനിറ്റ് സംസാരിച്ചു. ദാറ്റ്സ് ഇറ്റ്. അർജുൻ അല്പം കടുപ്പിച്ച് തന്നെ അവരെ നോക്കി പറഞ്ഞു. ശരി ശരി, ഇനി ആ കാര്യം പറഞ്ഞ് വെറുതെ ഉള്ളൂ, മൂട് കളയണ്ട. നമ്മളിവിടെ വന്നത് ഇവൻ്റെ ബർത്ത്ഡേ അടിച്ചു പൊളിക്കാനാണ്. അത് നടക്കട്ടെ. ഇത് എല്ലാവരെയും നോക്കി പറഞ്ഞുകൊണ്ട് ഒരു ഗ്ലാസ്സിൽ അല്പം മദ്യം ഒഴിച്ച് അർജുന് നേരെ നീട്ടി. അവനതൊരു ചിരിയോടെ വാങ്ങി. ബാക്കിയുള്ളവരും ഓരോ ഗ്ലാസ് ഒഴിച്ചു. ഈ നിൽക്കുന്ന നമ്മുടെ സ്വന്തം സിനിമാ നടനും അവൻ്റെ കാമുകയായ ആ ശില്പയ്ക്കും വേണ്ടി ഒന്ന് മുട്ടിച്ചേക്ക്. റിയാസ് ഗ്ലാസ് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് പറഞ്ഞു. ചിയേഴ്സ്. എല്ലാവരും കൂടെ ഉറക്കെ പറഞ്ഞുകൊണ്ട് ഗ്ലാസുകൾ മുട്ടിച്ചു. പിന്നെ അങ്ങോട്ട് ഓരോ കഥ പറച്ചിലും പാട്ടും ഡാൻസും വെള്ളവടിയും ഒക്കെയായി സമയം മുന്നോട്ട് നീങ്ങി. അല്ല രാജു, കുറേ അവളുമാർ നിൻ്റെ പുറകെ നടന്നിട്ടില്ലേ? അതിൽ നീ എങ്ങനെ ഈ ശില്പയെ കണ്ടെത്തിയത്? എബിൻ അർജുനെ നോക്കി സംശയത്തോടെ ചോദിച്ചു. അത് ഞാൻ പറയാം. ഇത് കൈ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു. ഇവൻ 4-5 ബമ്പർ ഹിറ്റ് സിനിമ ചെയ്തിട്ട് നിൽക്കുന്ന സമയം. പുതിയതായി ഏറ്റ സിനിമയിൽ പുതുമുഖ നായികയ്ക്കായി ഓഡീഷൻ നടക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ഇവനും പോയി ഓഡീഷൻ കാണാൻ. അന്നാണ് ഇവൻ ആദ്യമായി ശില്പയെ കാണുന്നത്. അവളൊരു പാവപ്പെട്ട കുടുംബത്തിലെ പെണ്ണായിരുന്നു. ഇന്ന് കാണുന്ന ഗ്ലാമർ സെറ്റപ്പൊന്നും അന്നില്ലായിരുന്നു. അവൾക്ക് ഓഡീഷനിൽ സെലക്ഷൻ കിട്ടിയില്ലായിരുന്നു. സ്വാഭാവികം. പെട്ടെന്ന് മഹേഷ് പറഞ്ഞു. അത് കേട്ട് ബാക്കിയുള്ളവർ ചിരിച്ചെങ്കിൽ അർജുൻ അവനെ ഒന്ന് നോക്കി. നീ അവനെ നോക്കി പേടിപ്പിക്കുകയൊന്നും വേണ്ട. കാരണം ശില്പയുടെ അഭിനയം കണ്ട ആരായാലും ഇങ്ങനെ പറയൂ. മഹേഷിനെ ന്യായീകരിച്ചുകൊണ്ട് എബിൻ പറഞ്ഞു. അതുതന്നെ, എല്ലാത്തിനും ഒരേ എക്സ്പ്രഷൻ. വ്യാസം അർജുനെ നോക്കി പറഞ്ഞു. അവളുടെ അഭിനയം ഒരുപാട് മികച്ചതാണെന്ന് ഞാനും പറയില്ല. പക്ഷെ അവൾ തരക്കേടില്ലാതെ അഭിനയിക്കും. പിന്നെ ഈ കുറ്റം പറയുന്ന നിനക്കൊന്നും 10 പേരുടെ മുൻപിൽ ക്യാമറയ്ക്ക് മുൻപിൽ പോയി അഭിനയിക്കാൻ പറഞ്ഞാൽ പറ്റുമോ? ഇല്ലല്ലോ. എന്നാൽ അവളെക്കൊണ്ട് അതിന് പറ്റും. സോ റെസ്പെക്റ്റ് ചെയ്തില്ലെങ്കിലും പുച്ഛിക്കാതിരിക്കുക. അർജുൻ എല്ലാവരെയും നോക്കി പറഞ്ഞു. അതൊക്കെ വിട്, നീ ബാക്കി പറയൂ. ഓഡിഷനിൽ സെലക്ട് ചെയ്യാഞ്ഞിട്ട്? കഥ ബാക്കി അറിയാനുള്ള ആഗ്രഹത്തിൽ എബിൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു വന്നത്, അവളെ സെലക്ട് ചെയ്തില്ല. അതിൻ്റെ സങ്കടത്തിൽ അവൾ അവിടെ കിടന്ന് കരഞ്ഞു പോയി ഭയങ്കര ബഹളം വെച്ചു. അവിടെ ആരും അത് വലിയ മൈൻഡൊന്നും ചെയ്തില്ല. കാരണം അവർ ഈ വക പരിപാടിയൊക്കെ മുന്നേ കണ്ടിട്ടുള്ളതല്ലേ. ഏത് പറഞ്ഞെന്ന് നിർത്തി. എന്നിട്ട് ഇവൻ അവളെ സഹായിച്ചോ? അലക്സ് അർജുനെ ചുട്ടി ചോദിച്ചു. ഞാൻ ഡയറക്ടർമാരുടെ ചോയ്സിൽ കയറി ഇടപെടില്ല അലക്സ്. അത് അന്നായാലും ഇന്നായാലും അങ്ങനെ തന്നെ. അർജുൻ അലക്സിനെ നോക്കി പറഞ്ഞു. അപ്പോൾ അവൾക്ക് ചാൻസ് കിട്ടിയില്ല എന്ന് സാരം. ഇവൻ പറയുന്നത് കേട്ട് അർജുൻ നിഷേധത്താൽ തലയാട്ടി. ഇല്ലടാ, ഇവൻ സിനിമയുടെ പൂജയ്ക്ക് വന്നപ്പോൾ അവൾ അവിടെ ഉണ്ടായിരുന്നു. യദു എബിനെ നോക്കി പറഞ്ഞു. അതെങ്ങനെ? അലക്സ് മനസ്സിലാക്കാതെ ചോദിച്ചു. ഡയറക്ടർ പിന്നെ അവൾക്കൊരു ചാൻസ് കൂടെ കൊടുത്തു, സെക്കൻഡ് ഓഡിഷനിൽ. അതിലവൾ വിജയിച്ചു. അർജുൻ ചെറുചിരിയോടെ പറഞ്ഞു. പിന്നെ ആ സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ച ടൈം ഇവർ നല്ല കമ്പനിയായി. ഇവൻ അവളെ ഫിനാൻഷ്യലി കൂടുതൽ സഹായിച്ചു. അത് കണ്ട് അവൾക്ക് ഇവനോട് ഇഷ്ടം തോന്നി. പിന്നെ പോകെ പോകെ സൗഹൃദം മാറി ഇവനും അവളോട് ഇഷ്ടം തോന്നി. യദു വലിയ താല്പര്യമില്ലാതെ പറഞ്ഞു. വെറുതെ അങ്ങ് ഇഷ്ടമായതല്ല അവളെ എനിക്ക്. നിങ്ങൾക്കൊക്കെ അവളെ ഒരു അഹങ്കാരിയായിട്ടും എൻ്റെ കാര്യത്തിൽ കുറച്ച് പൊസസീവായിട്ടുള്ള ഒരു പെണ്ണായിട്ടും തോന്നിയിട്ടുള്ളൂ. എന്നാൽ അത് മാത്രമല്ല, അവൾ എനിക്ക് നല്ലൊരു സുഹൃത്താണ്. എന്നെ അവൾ മനസ്സിലാക്കാറുണ്ട്. എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എന്നെ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ട്. അർജുൻ അവരെ നോക്കി പറഞ്ഞു. എൻ്റെ അമ്മയ്ക്ക് ശേഷം എന്നോട് കുറച്ച് സോഫ്റ്റായിട്ട് പെരുമാറിയിട്ടുള്ളത് അവളാണ്. റിയാസ് അവർ സംസാരിക്കുന്നതിനിടയ്ക്ക് എഴുന്നേറ്റ് പോയി. പിന്നെ അവർക്കുള്ള ഡ്രിങ്ക്സുമായി എത്തി. ഈ സംസാരമൊക്കെ വിട്ടിട്ട് നിങ്ങളിത് കുടിക്കാൻ നോക്കിക്കേ. അവൻ എല്ലാവരെയും നോക്കി പറഞ്ഞു. അല്ലടാ, ഇവിടെ ഡ്രിങ്ക്സ് ഇരിപ്പുണ്ടല്ലോ. പിന്നെ നീ ഇത് എവിടെ നിന്ന് കൊണ്ടുവന്നതാ? മഹേഷ് റിയാസിനെ നോക്കി ചോദിച്ചു. ഇത് ഇവൻ്റെ ബർത്ത്ഡേയുടെ സ്പെഷ്യൽ ഡ്രിങ്ക്. ഇത് കുടിച്ചാൽ നിങ്ങൾ സ്വർഗ്ഗത്തിലായിരിക്കും മക്കളെ, സ്വർഗ്ഗത്തിൽ. റിയാസ് പറഞ്ഞത് കേട്ട് അർജുൻ അവനെ സംശയത്തോടെ നോക്കി. ഇതെന്താടാ? അർജുൻ ഗ്ലാസ് റിയാസിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി അതൊന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇറ്റ്സ് സം ടാഷ് മാൻ, റിയാസ് കൂളായി പറഞ്ഞു. അർജുനും യദുവും പരസ്പരം ഒന്ന് നോക്കി. ഇത് നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? യദു അവനെ നോക്കി ചോദിച്ചു. ഇതൊക്കെ കിട്ടാനാണോ ഈ കാലത്തെ പാട്? അത് തന്നെയല്ല, ഈ റിയാസ് വിചാരിച്ചാൽ ഇതൊക്കെ നിസ്സാരം. റിയാസ് ഗമയോടെ പറഞ്ഞു. തലയ്ക്ക് കയറി പിടിക്കുവോ? സീനാവുമോ? മഹേഷ് സംശയത്തോട് ചോദിച്ചു. തലയ്ക്ക് പിടിക്കാൻ അല്ലാതെ പിന്നെ ഇത് അതെന്തിനാ? പിന്നെ സീനാകാൻ ഒന്നുമില്ല. നമ്മളിവിടെ പക്ക സേഫാണ്. എങ്കിലും ഇതൊന്നും വേണ്ട, എനിക്കിതിനോട് താല്പര്യമില്ല. അർജുൻ ഗ്ലാസ് റിയാസിന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ബാക്കിയുള്ളവർ ആര് കുടിച്ചില്ലെങ്കിലും നീ വേണം കുടിക്കാൻ. ബിക്കോസ് ഇന്ന് നിൻ്റെ ബർത്ത്ഡേ ആണ്. റിയാസ് അവനെ നോക്കി പറഞ്ഞു. പിന്നെയും അവൻ കുടിക്കാതെ ഇരിക്കുന്നത് കണ്ട് ഏതൊഴുകി ബാക്കിയുള്ളവർ നിർബന്ധിച്ചതും അർജുൻ മനസ്സിലോടെ അത് കുടിച്ചു. സമയം വീണ്ടും മുന്നോട്ട് നീങ്ങി. എല്ലാവരുടെയും ബോധം ഏകദേശം നഷ്ടമായിരുന്നു. എന്താ ചെയ്യുന്നത് പറയുന്നത് എന്ന് തന്നെ അവർക്കറിയില്ലായിരുന്നു. അതിനിടയിൽ റിയാസിൻ്റെ ഫോൺ ബെല്ലടിച്ചതും അവൻ ആ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ, ആരാ? അവൻ കുഴിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. മറുപുറം എന്തോ പറഞ്ഞു. വന്നോ? എത്ര എണ്ണം ഉണ്ട്? ഓ, ഞാൻ ദാ വരുന്നു.
റിയാസ് ഫോൺ വെച്ചിട്ട് ആണിക്കൊഴിഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അർജുൻ റിയാസ് ഇരുന്നിടത്ത് നോക്കിയതും അവിടെ അവൻ്റെ സ്വന്തം ഫോൺ ഇരിക്കുന്നത് കണ്ടു. അവൻ അതെടുത്ത് കണ്ണ് ചിമ്മി അതിലേക്ക് നോക്കി. പിന്നെ ബാക്കിയുള്ളവരെയും നോക്കി. യദു എബിയുടെ ദേഹത്തേക്ക് കിടപ്പുണ്ട്. മഹേഷും അലക്സും എന്തൊക്കെയോ പിച്ചും പേയും പറഞ്ഞുകൊണ്ട് അടുത്ത ഗ്ലാസ് ഒഴിക്കലുള്ള പാടിലാണ്. അർജുൻ ഫോൺ എടുത്തുകൊണ്ടൊന്ന് എഴുന്നേറ്റു. ഡാ ഞാൻ കിടക്കാൻ പോവുക, ഗുഡ് നൈറ്റ്, അവൻ കുഴഞ്ഞ നാക്കോടെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ആടിക്കൊഴിഞ്ഞ് അവിടുന്ന് നടന്നു. മൈ ബേബി ശില്പ, അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ നമ്പർ എടുക്കാൻ നോക്കി. എന്നാൽ കണ്ണൊന്നും ശരിക്ക് പിടിക്കുന്നില്ലായിരുന്നു. അവൻ ഫോൺ നോക്കി നടന്നതും എവിടെയോ പെട്ടെന്ന് തട്ടി മറിഞ്ഞു വീണു. ഇവിടെയൊക്കെ ആരാ ഈ പടി കൊണ്ടുവച്ചത്? അവൻ പറഞ്ഞുകൊണ്ട് എവിടെയൊക്കെയോ പിടിച്ച് എഴുന്നേറ്റു. വീണപ്പോൾ അവൻ്റെ ഫോൺ നിലത്ത് വീണിരുന്നു. എന്നാൽ ഫോണിൻ്റെ കാര്യം അവൻ അപ്പോഴേക്കും മറന്നുപോയിരുന്നു. അവൻ എങ്ങനെയൊക്കെയോ നടന്നു ഒരു റൂമിന് മുന്നിലെത്തി. സാറാണോ റിയ സാറിൻ്റെ ഫ്രണ്ട്? ആരുടെയോ അത്ഭുതം നിറഞ്ഞ സ്വരം കേട്ടതും അവൻ കണ്ണ് ചിമ്മി ആരാ എന്ന രീതിയിൽ മുന്നിൽ നിൽക്കുന്ന ആളെ നോക്കി. ഇതുവരെ അവൻ കാണാത്ത ഒരാളായിരുന്നു അത്. ആരാ? അർജുൻ ആളെ മനസ്സിലാകാതെ ചോദിച്ചു. അർജുൻ സാറല്ലേ, ഞാൻ സാറിൻ്റെ ഭയങ്കര ഫാനാണ്, മുന്നിൽ നിന്ന് ആൾ പറഞ്ഞു. ആണോ, താങ്ക്സ്. ഇനി ഒന്ന് മുന്നിൽ നിന്ന് മാറാവോ? എനിക്കൊന്ന് കിടക്കണമായിരുന്നു. അർജുൻ തൊട്ടടുത്ത റൂമിലേക്ക് കയറാൻ നോക്കിക്കൊണ്ട് പറഞ്ഞു. അല്ല, സാറാണോ റിയ സാറിൻ്റെ ഫ്രണ്ട്? മുന്നിൽ നിന്നയാൾ വീണ്ടും ചോദിച്ചു. ആ തേണ്ടി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. എന്തേ? അർജുൻ കുഴഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ഒന്നുമില്ല, സാർ അകത്തേക്ക് കയറിക്കോ, സാറിന് വേണ്ടത് അകത്ത് ഞാൻ ഒരുക്കിയിട്ടുണ്ട്, അയാൾ ചിരിയോടെ പറഞ്ഞു. അർജുൻ അയാളുടെ മുഖത്തേക്കൊന്ന് നോക്കി റൂമിൻ്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. ഈ റിസോർട്ടിലെ സ്റ്റാഫാകും. അവൻ പയ്യെ പെറുപെറുത്തുകൊണ്ട് ഡോർ അടച്ചു. ഷോ, ഈ സ്വിച്ച് എന്തിയേ? അവൻ പറഞ്ഞുകൊണ്ട് ഇരുട്ടിൽ സ്വിച്ച് തപ്പി. പിന്നെ സ്വിച്ച് കണ്ടെത്തിയതും അവൻ ലൈറ്റ് ഓണാക്കി. റൂമിലാകെ പ്രകാശം പടർന്നു. അവൻ കണ്ണുകൾ ചിമ്മി തുറന്ന് എല്ലായിടവും നോക്കി. എന്നാൽ ഇടയ്ക്ക് റൂമിൻ്റെ മൂലയിലായി നിൽക്കുന്ന ഒരു രൂപത്തിൽ അവൻ്റെ കണ്ണുടക്കി. അവൻ കണ്ണുകൾ ചുരുക്കി വീണ്ടും ആ രൂപത്തെ നോക്കി. ആരാ അത്? അവനൊന്ന് സംശയിച്ചുകൊണ്ട് കണ്ണൊന്ന് വീണ്ടും അടച്ചു തുറന്ന് ആ രൂപത്തിനരികിലേക്ക് നടന്നു. തിരിഞ്ഞു നിൽക്കുകയായിരുന്ന ആ രൂപം അവന് നേർക്ക് തിരിഞ്ഞു. ഒരു നിമിഷം അവൻ അന്താളിച്ച് നിന്നുപോയി. മുന്നിലായി ഒരു പെൺകുട്ടി. കടും പച്ച കളർ സാരിയാണ് അവളുടെ വേഷം. അവളുടെ വെളുത്ത കൊലുന്നതിനുള്ള ശരീരം ആ വേഷത്തിൽ എടുത്തറിയും പോലെ. അവൻ്റെ നോട്ടം ആദ്യം പോയത് അവളുടെ ചെഞ്ചുണ്ടിലേക്കാണ്. അതവനെ വല്ലാതെ ആകർഷിക്കുന്ന പോലെ തോന്നിയവന് അറിയാതെ അവൻ അവളിലേക്ക് നടന്നെടുത്തു.